അതായത് ഇപ്പോൾ നമ്മൾ നേതാക്കന്മാരുടെ പ്രസംഗം ചില മണിക്കൂറുകളോളം നീളുന്ന പ്രസംഗങ്ങൾ ആൾ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിലൊക്കെ പുതിയ ആളുകൾക്ക് എത്രമാത്രം ആകർഷണമുണ്ട് എന്ന് ചോദിച്ചാൽ അത് കുറവാണ്. അതേസമയം നമ്മൾ അവരുടെ പോയിന്റൊക്കെ എണ്ണി നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് പോച്ചയായിരിക്കും. അത് മിക്കവാറും വലിയ പഠിച്ചൊന്നും ആയിരിക്കില്ല ഒരു പ്രസംഗം. അവിടെ ചെല്ലുമ്പോഴായിരിക്കും വിഷയം തന്നെ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏത് വിഷയമാണ് ഞാൻ സംസാരിക്കേണ്ടത്, സ്വാഗത പ്രസംഗിച്ചത്, അങ്ങേക്കറിയാമല്ലോ. പല നേതാക്കൾ നമുക്ക് ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും അതിലൊക്കെയാണ് വലിയ മാറ്റങ്ങളുണ്ടാകുക. കാരണം എന്താണ് ഈ നേതാവ് സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയ വഴിയായാലും പബ്ലിക് പ്ലാറ്റ്ഫോമിലായാലും അതിലൊക്കെയാണ് പക്ഷേ വലിയൊരു മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഭാഷയിലും നമ്മളെ ഭാഷയിൽ നമ്മുടെ സംപ്രേഷണങ്ങളിൽ പെരുമാറ്റ രീതികളിൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ശരീരഭാഷയുള്ള സാധനം. ആ പ്രസംഗത്തിന്റെ പഴയ വെല്ലുവിളികളുടെയും നമ്മുടെ ആശയങ്ങളുടെ ഒരു എന്താണ് അതിന്റെ ഒരു ശരിയെ സംബന്ധിച്ചിട്ടുള്ള അഹങ്കാരപൂർണമായിട്ടുള്ള അവതരണങ്ങളൊക്കെ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ഡെമോക്രാറ്റിക് ആയിട്ട് സംവദിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. CPM എന്തായാലും ഈ കാര്യം ഗൗരവമായി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കരിയറിസം ഒരു പ്രധാന പ്രശ്നമാണ്. നിങ്ങളുടെ ഈ ക്യാമറ നിൽക്കുമ്പോണ്ടല്ലോ നേതാക്കൾക്കൊക്കെ അത് എത്ര വലിയ നേതാക്കൾ ഒരു ആവേശം കൂടും. അപ്പൊ ആ ക്യാമറയിൽ എന്താണ് വലിയ എളുപ്പത്തിൽ നിങ്ങളുടെ സ്ക്രീനിൽ നായകനാകാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ദുഷ്പ്രവണതകൾ എല്ലാ പാർട്ടികളെയും എല്ലാ സംഘടനയും എല്ലാ നേതാക്കളെയും ബാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ ആത്മവിമർശനപരമായിട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകണം. സിജുവിനുണ്ടായ അനുഭവം അത് വളരെ ജനുവിനായ ഒരു വിഷുവിൽ ഏതോ ഒരു നേതാവിന്റെ അസഹിഷ്ണുത കൊണ്ടും വിവേകപൂർവ്വം പെരുമാറാൻ അറിയാത്ത കൊണ്ടും സംഭവിച്ചതാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ നേതൃത്വം ഈ കാര്യത്തിൽ ഒരു നല്ല പരിണത പ്രജ്ഞരായ നേതാക്കൾ എന്നെല്ലാം പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. നേതാക്കൾ പുതിയ കാലത്തെ പഠിച്ച് പരിണത പ്രജ്ഞരാവണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളടക്കത്തോട് ഏറെക്കുറെ യോജിപ്പാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളടക്കം ഒരു അഗ്രസീവ് ആണത്ത വയലൻസിന് കൊടുക്കുന്ന വലിയൊരു വിസിബിലിറ്റിയാണ്. നമ്മൾ ടെലിവിഷൻ ചർച്ചകളിൽ തന്നെ സ്വാഭാവികമായിട്ട് ഞാനൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മളൊരു അക്കാദമികമായിട്ട് ആഴത്തിലൊരു വിഷയം പറഞ്ഞതിനേക്കാൾ നമുക്ക് തന്നെ ശ്രദ്ധ കിട്ടുന്നത് അതിനകത്ത് ഒരു എടാ പോടാ ഗോഗോകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പഞ്ച് വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്റെ തന്നെ അനുഭവം, നമ്മൾ കുറച്ചുകൂടി നന്നായി അക്കാദമികമായി പറഞ്ഞു എന്ന് ഒരു വിഷയത്തിന് ചിലപ്പോൾ അപ്രിസിയേഷൻ കിട്ടണമെന്നില്ല. അതേസമയം നമ്മൾ അറിയാതെ ആരെങ്കിലും വെല്ലുവിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ നന്നായി എന്നെല്ലാവരും പറയും. യഥാർത്ഥത്തിൽ ഈ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഈ ക്യാമറ മാറിപ്പോകുന്നതിന്റെ കാര്യം എന്തറിയോ, ജനങ്ങളിൽ മറ്റേ പിരിക്കുന്ന സാധനമുണ്ട്. അതെ അതെ അതെ. അല്ല, ഈ വയലൻസിനുള്ള വലിയ നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ വയ്ക്കണം. അതായത് ഈ വാർത്താ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എപ്പോഴും അസ്വസ്ഥരായിട്ടാണ് അവർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരിപ്പോ മാഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അപ്പൊ അവിടെ നോക്കാം അവിടെ എന്തോ സംഭവിക്കുന്നത്. ഈ ചാടിക്കളി ഉണ്ടല്ലോ, ആരോടാണ് സമരം ചെയ്യുന്നത് പ്രധാന. പക്ഷെ എന്നിരുന്നാലും മീഡിയക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത് ജർമ്മൻകാരോടാണെങ്കിൽ ഈ രീതിശാസ്ത്രം അല്ല ഞാൻ ഉപയോഗിക്കുക. ബ്രിട്ടീഷ് മൊറാലിറ്റിയിൽ ഗാന്ധിക്കുള്ള വിശ്വാസം കൂടിയാണ് അഹിംസ എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.